മുത്തശ്ശിയെ അവർ ഈ ശിക്ഷ അർഹിക്കുന്നതല്ലേ? അതിനു വേണ്ട ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഞാനും നീയും ഒക്കെ അമ്മയുടെ കണക്കിലേ ഇവിടെ അധിക പറ്റുകളാ. പലപ്പോഴും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും അവര് കണക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെയ്ത ദ്രോഹങ്ങള് എണ്ണി എണ്ണി നിരത്തിയാലും അമ്മയ്ക്ക് എത്ര വലിയ ശിക്ഷ കിട്ടിയാലും അതിൽ നമുക്ക് സങ്കടം തോന്നേണ്ട കാര്യമില്ല. അതെ ചെറിയമ്മേ. ചെറിയച്ഛനും ഗൗതമും ഇപ്പോ കണിമംഗലത്തുകാരുടെ ശത്രു ലിസ്റ്റിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ മുത്തശ്ശി തന്നെ. എന്തായാലും കുറച്ച് അനുഭവിക്കട്ടെ. പഠിച്ചിട്ട് തിരിച്ചു വന്നാ മതി ഇങ്ങോട്ട്. കാര്യം മുത്തശ്ശിക്ക് നമ്മൾ രണ്ടുപേരെ ഇഷ്ടമല്ല. പക്ഷെ കണിമംഗലത്ത് മുത്തശ്ശി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് ഒരു ചന്തം തന്നെയായിരുന്നു. ചെറിയമേ, നമ്മൾ പുറത്തൊക്കെ പോകുമ്പോ ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ കണിമംഗലത്തെ ജയഭാരതി അമ്മയെക്കുറിച്ച്? അമ്മയുടെ തന്റെ ഇടം, കാര്യങ്ങളിൽ ഇടപെടാനുള്ള അമ്മയുടെ മിടുക്ക്. ഷോ, എന്നിട്ട് അവസാനം പാവം മുത്തശ്ശിക്ക് ഈ ഗതി വന്നല്ലോ ചെറിയമ്മേ. എല്ലാവരുടെ മുന്നിലും എല്ലാ കാലത്തും തല ഉയർത്തിപ്പിടിച്ച് നിന്നവളെ അമ്മ. ചന്ദ്രേട്ടന്റെ ഭാര്യയായിട്ട് ഇവിടെ കയറി വന്നപ്പോ മുതല് അമ്മ ഒരു വാക്കുകൊണ്ട് പോലും ഒരാളെയും വേദനിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വെറുതെ മനുഷ്യനെ വിഷമിപ്പിക്കാതെ കാര്യം എന്താന്ന് പറയൂ. മുത്തശ്ശിയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തോണ്ട് പോയിരിക്കുക. എന്താ എന്താ പറഞ്ഞേ? അമ്മ എന്തിനു പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം? അത് പിന്നെ പ്രിയങ്കയും അവളുടെ മുത്തശ്ശി എനിക്കൊരു പരാതി തന്നിട്ടുണ്ട്. വകുപ്പ് ഗാർഹിക പീഡന. പോലീസ് നിർദ്ദേശവും വനിതാ കമ്മീഷന്റെ ഉത്തരവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ടുപേരെയും നിങ്ങൾ ക്രൂരമായി തല്ലിച്ചതച്ചു. വിലങ്ങ് വയ്ക്കാൻ പറഞ്ഞല്ലോ. വേണ്ട വേണ്ട അമ്മയെ വിലങ്ങ് വെക്കരുത് പ്ലീസ് സാർ, പ്ലീസ്. ഞാൻ മാറാനല്ലേ പറഞ്ഞത്? ശത്രുക്കൾക്ക് മുന്നിൽ തോറ്റ് തലകുനിച്ച ചരിത്രമൊന്നും കണിമംഗലത്തുകാർക്ക് ഇല്ലടി. സിഐ സാറങ്ങ് ജയിച്ചോട്ടെ. ഇനി കണിമംഗലം ഒന്നിച്ച് തകർന്നു വീണാ പോലും എനിക്കൊന്നും തോന്നില്ല. അതിനേക്കാളൊക്കെ ആഴമേറിയ കാര്യമാ സംഭവിച്ചത്. നിങ്ങൾ പറഞ്ഞത് സത്യമാ. പക്ഷെ കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥ എന്താന്ന് കൂടി ഓർക്കായിരുന്നില്ലേ? ആ സിഎ വന്നത് അയാള് പകരം വീട്ടാൻ വേണ്ടി ചെയ്തതാ. വരുണിന്റെ ആദ്യം കൂടി ജാമ്യത്തിന്റെ കാര്യത്തിന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്. അവരമ്മയും കൊണ്ട് വരും. ഒന്ന് സമാധാനിക്ക്. എങ്ങനെ സമാധാനിക്കാനാടോ? എന്നെ വളർത്തി വലുതാക്കി ഒരു നിലയിൽ എത്തിച്ചിട്ട് മാന്യമായൊരു വിശ്രമ ജീവിതം കൊതിച്ചതാ എന്റെ അമ്മ. ഇതുവരെ നല്ല രീതിയിൽ അത് നടത്തിക്കൊടുക്കാനും എനിക്ക് കഴിഞ്ഞിരുന്നു. പക്ഷെ ജാമ്യം എടുത്ത് തിരികെ വന്നാലും ഇതിന് ഞാൻ എന്ത് പകരം കൊടുക്കും പറ്റിനി? ഈ നാണം കേട് എങ്ങനെ തീർക്കും? വിഷമിക്കല്ലേ, മനസ്സ് കൈവിട്ട് പോവല്ലേ. ഇതിനപ്പുറത്ത് മനസ്സ് കൈവിടാൻ എന്താ? സൂര്യ വിളിച്ചിരുന്നോ? ഇല്ല. വിളിക്കണ്ട. അവൻ ഓടിപ്പടഞ്ഞു വരും. അവനും ടെൻഷനാവും. എല്ലാവരും ഒരേ അവസ്ഥയിൽ നടക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനൊന്ന് സ്റ്റേഷൻ വരെ ചെല്ലട്ടെ. അയ്യോ വേണ്ട. വരുണൻ രാധിക എന്നെ വിളിച്ചിരുന്നു. അവര് വക്കീലിനെ ഏർപ്പാടാക്കി ജാമ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. മിക്കവാറും അമ്മയും കൊണ്ട് അവരിപ്പോ വരും.
അതൊന്ന് ചോദിച്ചിട്ട് പോയാ മതി. പത്മിനി, അമ്മ പോലീസ് സ്റ്റേഷനിൽ കയറാൻ സാഹചര്യം ഉണ്ടാക്കിയവരോട് ഇനി ഒരു കാരുണ്യവും ഈ കുടുംബം കാണിക്കില്ല. അവര് മാത്രമല്ല, ഒളിഞ്ഞും തെളിഞ്ഞും അകത്ത് കൂട്ടുനിൽക്കുന്നവരും. അവരോട് ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അമ്മ തിരിച്ചു വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം ബാക്കിയൊക്കെ. സോറി സർ, അയാൾ മുത്തശ്ശി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ താൻ എന്നെയും കൊണ്ട് ചെന്ന് കയറിയതേ പോലീസ് സ്റ്റേഷനിലേക്കാ, അല്ലാതെ അമ്പലത്തിലേക്കൊന്നും അല്ല. ശുദ്ധമായത് മാത്രം കേൾക്കാൻ. വരും. ഇനി അകത്തേക്ക് പോണ്ടി വന്നാലും വരണം കൂടി പോണ്ട. അത് അപകടാ. എന്റെ ലൈഫിൽ ഇത് ആദ്യത്തെ സംഭവം. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ശരിയാക്കുമായിരുന്നു. അതിനിടയ്ക്കാ തന്റെ നിയന്ത്രണം വിട്ടത്. സാർ എന്ത് ശരിയാക്കുമെന്ന് ഈ പറയുന്നേ? അയാൾ ഒന്നോ രണ്ടോ വാചകം പറഞ്ഞതിന് സാർ തലയും കുനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടതല്ലേ? ഓ, അപ്പൊ അവസാനം എന്റെ കഴിവിനെ കുറിച്ചായി പരാതി. അങ്ങനെയാണെങ്കിലേ ഈ കേസ് തുടർന്ന് നടത്താൻ എനിക്ക് താല്പര്യമില്ല. എത്ര കാലമായി സാറേ ഈ വക്കീൽ കോട്ട് ഇടാൻ തുടങ്ങിയിട്ട്? ഇത്രയും സമയത്തിനുള്ളിൽ കൊള്ളാവുന്ന പോലീസുകാരെ ഒന്നും കണ്ടിട്ടില്ല അല്ലേ? പേടിയാണെങ്കിൽ ഈ പണിക്ക് നടക്കരുത് സാർ. വരും. വരും. പേടിയാണെന്ന് തന്നെ കൂട്ടിക്കോ. തന്നോട് ഞാനൊരു കാര്യം പറയാം. തന്റെ ഈ ആറ്റിറ്റ്യൂഡ് വെച്ച് മുത്തശ്ശിയെ പുറത്തിറക്കാൻ താൻ ശ്രമിക്കാതിരിക്കുന്നതാ നല്ലത്. കാരണം എന്താ അറിയാവോ? നിസ്സാര ശിക്ഷ കിട്ടേണ്ട അവർക്ക് ചിലപ്പോ ജീവപര്യന്തം വരെ കിട്ടും. വരും.